കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രകൃതിയുടെ ശാന്തതയും പുരാണങ്ങളുടെ പശ്ചാത്തലവും അചഞ്ചലമായ ഭക്തിയുടെ പ്രവാഹവും ഒത്തുചേരുന്ന ഒരിടം. അതാണ് നാഗലശ്ശേരി അയ്യപ്പൻകാവ്. കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി കേരളത്തിലെ 108 അയ്യപ്പൻ ക്ഷേത്രങ്ങളിൽ സുപ്രധാനമായ സ്ഥാനമുള്ള ഈ കാവ് ശബരിമലയെ മനസ്സിൽ ധ്യാനിക്കുന്ന ഏതൊരു ഭക്തനും ഒരു തീർത്ഥാടന അനുഭവം സമ്മാനിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ ആഴവും വാസ്തുവിദ്യാപരമായ പ്രത്യേകതകളും ആചാരങ്ങളുടെ തനിമയും പ്രകൃതിയുമായി ഇഴചേർന്നുള്ള നിലനിൽപ്പും സവിസ്തരം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് നാഗലശ്ശേരി അയ്യപ്പൻകാവ് ഇന്നും പ്രസക്തമായി നിലകൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭക്തനെ കാത്തിരിക്കുന്നത് തീർത്ഥാടനത്തിന്റെ കഠിനമായ ഒരുക്കമാണ്. പ്രധാന റോഡിൽ നിന്ന് മാറി കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്നെത്തേണ്ട ഈ ക്ഷേത്രം തീർച്ചയായും ശബരിമലയിലെ 18ാം പടിക്ക് മുന്നിലെത്തുന്ന ഭക്തന്റെ മനസ്സിലെ ഏകാഗ്രതയെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് വാഹനങ്ങൾക്കും സൗകര്യങ്ങൾക്കും പിന്നാലെ പോകുന്ന തിരക്കിട്ട ലോകത്തിൽ ഈ കാനനപാത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയെ ഒരു തപസ്സിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നു. ചുറ്റും കാടിന്റെ നിശബ്ദത, പക്ഷികളുടെ കളകളാരവം, ഇലകളുടെ മർമ്മരം എന്നിവ മാത്രമാണ് ഇവിടെ കൂട്ട്. ഈ അന്തരീക്ഷമാണ് നാഗലശ്ശേരി അയ്യപ്പൻകാവിനെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പ്രകൃതി തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഉപദേവത. ഒരു ഭക്തൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ അയാൾ പുറം ലോകവുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും അയ്യപ്പനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനാകുന്നു. ഈ പാത ഭക്തന് നൽകുന്നത് വെറും ഒരു യാത്രയല്ല, മറിച്ച് ആത്മപരിശോധനയുടെയും പരിത്യാഗത്തിന്റെയും ആദ്യ പാഠമാണ്. ഈ യാത്രയുടെ അവസാനം കാണുന്ന ക്ഷേത്രത്തെയാണ് ഭക്തിയുടെ പ്രതിഫലം എന്ന് വിശേഷിപ്പിക്കേണ്ടത്. നാഗലശ്ശേരി അയ്യപ്പൻകാവിന്റെ പഴക്കം ഏകദേശം 5000 വർഷത്തോളം കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ വേരുകൾ എത്രത്തോളം ആഴത്തിലാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ഇതൊരു വെറും കണക്കല്ല, മറിച്ച് കാലത്തിന്റെ പ്രയാണത്തെ അടയാളപ്പെടുത്തുന്ന ഒരു നാഴികക്കല്ലാണ്. ഇത്രയും സഹസ്രാബ്ദങ്ങൾ നിലനിന്ന ഈ ക്ഷേത്രം അന്നത്തെ കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യ, സാംസ്കാരിക വിനിമയങ്ങൾ, സാമൂഹിക ഘടന എന്നിവയുടെയെല്ലാം നേർസാക്ഷ്യമാണ്. ഏകദേശം 5000 വർഷം പഴക്കമുള്ളതാണ് പറയുന്നത്. അപ്പം അന്ന് ശാസ്താവ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ, പ്രഭാസത്യക സമേതനായ ശാസ്താവ്. അപ്പോൾ അന്ന് ഈ ശാസ്താവ് മാത്രമേ പ്രതിഷ്ഠ ഉണ്ടായിരുന്നുള്ളൂ. അതോ ഈ കുളം, നാഗഞ്ചര എന്ന ഈ കുളത്തിൻ്റെ പേര്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പോസിറ്റായിട്ടൊരു പാമുഖമുണ്ട്. അത് ഈ നാടിന് ഐശ്വര്യമായിട്ടുള്ള ഒരു രാജകീയ പ്രൗഢോട് കൂടിയിട്ടുള്ളൊരു പാമുഖമാണ്. അതിൻ്റെ പേര് അന്വർത്ഥമാക്കിയിട്ടാണ് തോന്നുന്നു, നാഗഞ്ചരയാണ്. അതിൻ്റെ ഒരു ഭാഗത്താണ് തൂർത്തതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രശ്നത്തിൽ കണ്ടതാണ്. അങ്ങനെ ക്ഷേത്രം അന്ന് ഇവിടെ ചുറ്റുപാടൊക്കെ നമ്പൂരിലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്പൂരിലങ്ങളുടെ അധീനതയിലായിരുന്നു ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ചരിത്രം കേരളത്തിന്റെ പുരാണങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യപ്രകാരം കേരളത്തിന്റെ സൃഷ്ടാവായ പരശുരാമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പരശുരാമൻ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമിയിൽ അദ്ദേഹം സ്ഥാപിച്ച 108 ക്ഷേത്രങ്ങളിലൊന്നാണ് നാഗലശ്ശേരി അയ്യപ്പൻകാവ്. ഇത് ക്ഷേത്രത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഇത് കേവലം ഒരു പ്രാദേശിക ക്ഷേത്രമായി ഇതിനെ കാണുന്നതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നു. അയ്യപ്പന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിശ്വാസം പന്തളം രാജാവിന്റെ പങ്കാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പന്തളം രാജകുടുംബം തന്നെയാണ് ഇവിടത്തെയും പ്രതിഷ്ഠാകർമ്മത്തിന് നേതൃത്വം നൽകിയത്. ഈ ഐതിഹ്യം നാഗലശ്ശേരി അയ്യപ്പൻകാവിനെ ശബരിമലയുമായി ഒരു ആത്മീയ ബന്ധത്തിൽ ചേർത്ത് നിർത്തുന്നു. ഈ ക്ഷേത്രത്തിലെ അയ്യപ്പനെ ദർശിക്കുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തുന്നതിന്റെ പവിത്രതയും പൂർണ്ണതയും ഭക്തർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത്രയും പഴക്കമുണ്ടായിട്ടും ഈ ക്ഷേത്രം ഇന്നും അതിന്റെ പഴമയും തനിമയും കാത്തുസൂക്ഷിക്കുന്നു എന്നതും ശ്രദ്ധേയം. ഇതിനു പിന്നിൽ നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്ന നാട്ടുകാരുടെയും ക്ഷേത്രം ട്രസ്റ്റിന്റെയും തന്ത്രിമാരുടെയും നിസ്സീമമായ പരിശ്രമങ്ങളുണ്ട്. എല്ലാ ദിവസവും 2 നേരം 6 to 9 വൈകുന്നേരം 6 to 7 പൂജാസമയം. ഉത്സവങ്ങൾ ശിവരാത്രിയാണ് മെയിൻ, പിന്നെ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം, പിന്നെ അയ്യപ്പൻ വിളക്ക്, ഇതെല്ലാമാണ്. ശിവരാത്രിയാണ് മെയിനായിട്ട്. അതിന് 3-4 കമ്മിറ്റി വേറെ ഉണ്ട്. അത് ശിവരാത്രി കമ്മിറ്റി പറഞ്ഞിട്ട്. ക്ഷേത്രത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നതിൽ ക്ഷേത്ര പരിസരത്തുള്ള പ്രധാനമായും 3 കുളങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഹൈന്ദവ ക്ഷേത്രാചാരങ്ങളിൽ തീർത്ഥക്കുളങ്ങൾ വെറും ജലസംഭരണികൾ മാത്രമല്ല,
മറിച്ച് ആത്മീയമായ ശുദ്ധീകരണത്തിനുള്ള ഇടങ്ങളാണ്. ക്ഷേത്ര ദർശനത്തിന് മുൻപ് ഈ കുളങ്ങളിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ഭക്തൻ ശാരീരികമായും മാനസികമായും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഈ 3 കുളങ്ങളും ഈ കാനനക്ഷേത്രത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രകൃതിയും ക്ഷേത്രവും തമ്മിലുള്ള ഈ ജൈവബന്ധം നാഗലശ്ശേരി അയ്യപ്പൻകാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. ഈ കുളങ്ങൾ വെറും ജലസ്രോതസ്സുകൾ എന്നതിലുപരി ശാന്തമായ ധ്യാനത്തിന് പറ്റിയ ഇടങ്ങളായി വർത്തിക്കുന്നു. ഇവയുടെ സാന്നിധ്യം ക്ഷേത്രത്തെ ഒരു കാവ് എന്ന പദവിയോട് ചേർത്ത് നിർത്തുന്നു. നാഗലശ്ശേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളുടെ തനത് ശൈലിയെ പ്രതിഫലിപ്പിക്കുന്നു. ലളിതവും എന്നാൽ ശക്തവുമായ നിർമ്മിതിയാണ് ഇവിടുത്തെ പ്രത്യേകത. ആധുനികതയുടെ അതിപ്രസരം തീരെയില്ലാത്ത ഈ നിർമ്മാണ രീതി ക്ഷേത്രത്തിന് കൂടുതൽ ആത്മീയമായ ഭാവം നൽകുന്നു. ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായ ഗർഭഗൃഹത്തിൽ അയ്യപ്പന്റെ പ്രധാന പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രതിഷ്ഠയുടെ നിർമ്മാണ രീതി ഭഗവാൻ അയ്യപ്പന്റെ ബാല്യകാല രൂപമായ ധർമ്മശാസ്താവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം. സാധാരണയായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ അയ്യപ്പന്റെ പ്രതിഷ്ഠ ദർശനം നടത്തുമ്പോൾ ഭക്തർക്ക് മനസ്സിൽ ശാന്തതയും ഏകാഗ്രതയും അനുഭവിക്കാൻ സാധിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി ക്ഷേത്രത്തിന് നിരവധി ഉപദേവതകളുടെ പ്രതിഷ്ഠകളുമുണ്ട്. ഹൈന്ദവ ക്ഷേത്രാരാധനയുടെ ഒരു പ്രധാന ഘടകമാണ് ഉപദേവതാ സങ്കല്പം. പ്രകൃതിയെയും വിവിധ ശക്തികളെയും ആരാധനയിലൂടെ ആദരിക്കുന്ന ഈ രീതി അയ്യപ്പൻകാവിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. പ്രധാനമായും ഗണപതി, ഭഗവതി, നാഗദൈവങ്ങൾ, മറ്റു മൂർത്തികൾ എന്നിവയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തെ ഒരു പരിപൂർണ ക്ഷേത്ര സമുച്ചയമായി മാറ്റുന്നു. നാഗലശ്ശേരി എന്ന പേര് തന്നെ നാഗാരാധനയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു ക്ഷേത്രത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് അവിടുത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ്. നാഗലശ്ശേരി അയ്യപ്പൻകാവിൽ തലമുറകളായി കൈമാറി വരുന്ന ആചാരങ്ങൾക്ക് തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും അനുഷ്ഠാനങ്ങളും നടത്തിവരുന്നു. തന്ത്രിയുടെ സാന്നിധ്യം പൂജകളുടെ പവിത്രതയും ശാസ്ത്രീയ അടിത്തറയും ഉറപ്പാക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ശിവരാത്രി. അയ്യപ്പന്റെ പിതാവായ ശിവന്റെ രാത്രിയായ ശിവരാത്രിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അയ്യപ്പനും ശിവനുമായുള്ള ബന്ധത്തെ ദൃഢമാക്കുന്ന ഈ ആഘോഷം ഭക്തർക്ക് ശിവന്റെയും ശാസ്താവിന്റെയും അനുഗ്രഹം ഒരേ സമയം നേടാൻ അവസരം നൽകുന്നു. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൂജകളും കാനനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ആഘോഷവും അവിസ്മരണീയമാണ്. ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഭക്തന് നാഗലശ്ശേരി അയ്യപ്പൻകാവ് ഒരു ഇടത്താവളം പോലെ പ്രവർത്തിക്കുന്നു. വൃശ്ചികം 1 മുതൽ മകരം 1 വരെയുള്ള മണ്ഡലകാലം ഇവിടെയും അതീവ പ്രധാനമാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് തയ്യാറെടുക്കുന്ന ഭക്തർക്ക് ഈ ക്ഷേത്രത്തിലെ ദർശനം കൂടുതൽ ഊർജം നൽകുന്നു. അയ്യപ്പന്റെ മൂലമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഈ കാലയളവിൽ ക്ഷേത്രം കൂടുതൽ ചൈതന്യവത്താകുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു. ശനിദോഷമകറ്റാൻ അയ്യപ്പനെ ഭജിക്കുന്നത് ഉത്തമമാണ് എന്ന വിശ്വാസമുണ്ട്. ശനിയാഴ്ചകളിലെ ദർശനവും വഴിപാടും ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. ഒരു ക്ഷേത്രത്തിലെ വഴിപാടുകൾ അതിന്റെ ആചാരപരമായ പ്രത്യേകതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എള്ളുതിരിയാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്താനും ശനിദോഷങ്ങൾ അകറ്റാനും എള്ളുതിരി വഴിപാട് നടത്തുന്നത് വളരെ പ്രധാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എള്ളും എണ്ണയും ചേർന്ന ഈ തിരികൾ ഇരുളിനെ അകറ്റി വെളിച്ചം നൽകുന്നതുപോലെ ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നീക്കുന്നു എന്നാണ് വിശ്വാസം. ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ് കടുംപായസം. കടുക്, ശർക്കര, അരി, നെയ്യ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ പായസം ഭക്തന്റെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളെയും മധുരമായ അനുഭവങ്ങളാക്കി മാറ്റുന്നു എന്ന സങ്കല്പമുണ്ട്. കടുംപായസം ഇവിടെയുള്ള അയ്യപ്പന് വളരെ പ്രിയങ്കരമായ വഴിപാടായി കരുതപ്പെടുന്നു. ഈ വഴിപാടുകളുടെ പ്രാധാന്യം നാഗലശ്ശേരി അയ്യപ്പൻകാവിനെ ഒരു പ്രതിവിധി ക്ഷേത്രം എന്ന നിലയിലേക്ക് ഉയർത്തുന്നു. ദുരിതങ്ങളിൽ നിന്നും മോചനം തേടുന്നവർക്കും ജീവിതത്തിൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നവർക്കും ഇവിടെയെത്താം. നാഗലശ്ശേരി അയ്യപ്പൻകാവ് ഭക്തർക്ക് നൽകുന്ന അനുഭവം കേവലം ഒരു ദർശനം മാത്രമല്ല, ഇത് പ്രാർത്ഥനാ സാഫല്യത്തോടൊപ്പം ഗൃഹാതുരത്വവും നൽകുന്നു. ഈ കാനനക്ഷേത്രം ആധുനികതയുടെ ബഹളങ്ങളിൽ നിന്നകന്ന് ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ലാളിത്യവും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും ഓർമ്മിപ്പിക്കുന്നു. പുരാതന കാലത്ത് ക്ഷേത്രങ്ങൾ ഒരു ജനതയുടെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. നാഗലശ്ശേരി അയ്യപ്പൻകാവ് ഇന്നും ആ പങ്ക് വഹിക്കുന്നു. കല്ലും മുള്ളും നിറഞ്ഞ പാത താണ്ടി ഇവിടെയെത്തുന്ന ഭക്തൻ തന്റെ മുൻ തലമുറകൾ അനുഭവിച്ചറിഞ്ഞ തീർത്ഥാടനത്തിന്റെ ക്ലേശങ്ങളെയും അതിലൂടെ നേടിയെടുത്ത ആത്മശാന്തിയെയും ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ഈ ക്ഷേത്രവും പരിസരവും ഭക്തർക്ക് ഗൃഹാതുരത്വം നൽകുന്നത്.
ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു എന്നൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു. ശാന്തമായ അന്തരീക്ഷം മനസ്സിനെ ഏകാഗ്രമാക്കാനും ഭഗവാനോട് പൂർണ്ണമായി അർപ്പിക്കാനും സഹായിക്കുന്നു. പല ഭക്തരും ഇവിടെയെത്തി തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായതിന്റെ കഥകൾ പങ്കുവയ്ക്കാറുണ്ട്. എന്തുകൊണ്ട് ഈ ക്ഷേത്രം ഇത്രയും ദുർഘടമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടു? ഇതൊരു മിഥ്യാധാരണയല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പുരാതന കാലത്ത് ഭഗവാൻ അയ്യപ്പൻ കാനനവാസൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം വനപ്രദേശങ്ങളാണ്. പ്രകൃതിക്ക് മുകളിൽ സൗകര്യങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഇന്നത്തെ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയെ ആരാധനയുടെ ഭാഗമായി കണ്ട ഒരു സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ് ഈ കാനനക്ഷേത്രം. നാഗലശ്ശേരി അയ്യപ്പൻകാവ് ഓർമ്മിപ്പിക്കുന്നത് ഭക്തി എന്നത് സൗകര്യങ്ങളിലല്ല, മറിച്ച് ആത്മസമർപ്പണത്തിലാണ് കുടികൊള്ളുന്നത് എന്നതാണ്. യാത്രയുടെ ക്ലേശം കൂടുന്തോറും ലക്ഷ്യസ്ഥാനത്തിന്റെ മാധുര്യവും വർദ്ധിക്കുന്നു. നാഗലശ്ശേരി അയ്യപ്പൻകാവ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവകാലങ്ങളാണ്. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ശിവരാത്രി ഉത്സവകാലമാണ്. ഈ സമയത്ത് ക്ഷേത്രം പൂർണ്ണമായും ഉത്സവലഹരിയിലായിരിക്കും. ദീപാലങ്കാരങ്ങൾ, പ്രത്യേക പൂജകൾ, കലാപരിപാടികൾ എന്നിവയാൽ ക്ഷേത്രവും പരിസരവും നിറഞ്ഞിരിക്കും. കാനനത്തിന്റെ ശാന്തതയിൽ നടക്കുന്ന ഈ ഉത്സവം ഭക്തർക്കൊരു നവ്യാനുഭവമായിരിക്കും. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവർക്കും പൊതുവെ ശാസ്താവിനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മണ്ഡലകാലം ഉത്തമമാണ്. വ്രതാനുഷ്ഠാനത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിലെ അന്തരീക്ഷം കൂടുതൽ പവിത്രമായിരിക്കും. പുലർച്ചെ മുതൽ നടക്കുന്ന നിർമാല്യവും മറ്റ് ചടങ്ങുകളും ഈ സമയത്ത് ഭക്തർക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. പ്രത്യേക പൂജകൾ നടക്കുന്ന എല്ലാ ശനിയാഴ്ചകളും ദർശനത്തിന് നല്ലതാണ്. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാഗലശ്ശേരി അയ്യപ്പൻകാവ് കേവലം പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്രം മാത്രമല്ല, 5000 വർഷത്തെ ചരിത്രമുള്ള പരശുരാമന്റെ ഐതിഹ്യങ്ങളോടും പന്തളം രാജകുടുംബത്തിന്റെ പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു സാംസ്കാരിക നിധിയാണ്. ശബരിമലയെ അനുസ്മരിപ്പിക്കുന്ന കാനന അന്തരീക്ഷം, കേരളീയ വാസ്തുവിദ്യയുടെ തനിമ, എള്ളുതിരിയും കടും പായസവും പോലുള്ള തനത് വഴിപാടുകൾ, തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ആചാരങ്ങൾ, ഇവയെല്ലാം നാഗലശ്ശേരി അയ്യപ്പൻകാവിനെ വേറിട്ട് നിർത്തുന്നു. ആധുനിക ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പമകന്ന് പ്രകൃതിയുടെ ശാന്തതയിൽ ഭക്തിയുടെ പരമമായ അനുഭവം നേരിടാൻ ആഗ്രഹിക്കുന്നവർക്ക് നാഗലശ്ശേരി അയ്യപ്പൻകാവ് ഒരു വിളിച്ചോതുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം എന്നത് പുറമേയുള്ള ആർഭാടങ്ങളിലല്ല, മറിച്ച് ആത്മാവിന്റെ ലാളിത്യത്തിലും പ്രകൃതിയുമായുള്ള സമരസത്തിലുമാണ് കുടികൊള്ളുന്നതെന്നാണ്. അതുകൊണ്ട് ഒരു യാത്രക്കാരൻ എന്ന നിലയിലോ ഒരു ഭക്തൻ എന്ന നിലയിലോ നിങ്ങൾ നാഗലശ്ശേരി അയ്യപ്പൻകാവിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വെറുമൊരു ക്ഷേത്രമല്ല, മറിച്ച് കാലം കാത്തുവെച്ച ഒരു പുരാണത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്.